ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. വിജയിക്കുന്നവൻ
ആയിരത്തിൽ ചില്ലറ ദിവസങ്ങൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ വേർപിരിയാനുള്ള സമയമായപ്പോൾ ഹൃദയം കലങ്ങിപ്പോയി. യേശു പറഞ്ഞതിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വിശുദ്ധ ബൈബിൾ തരുന്ന പ്രത്യാശ മരണാനന്തര ജീവിതമാണ്. ബൈബിളിലെ വചനങ്ങളാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ അല്പസമയം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ കത്തു ശുശ്രൂഷിക്കുന്ന കർത്താവിൽ ബഹുമാനിയ കത്തുദാസൻ ES ജോൺ അവറുകൾ നമ്മുടെ നടുവിലുണ്ട്. ദൈവവചനത്തിൽ നിന്നും അല്പസമയം നമ്മൾ സംസാരിക്കുന്നതായ കത്തുദാസനെ ക്ഷണിക്കുകയാണ്. മരണവേദ പ്രായത്തിലാണെങ്കിലും നമുക്കത് ദുഃഖമുളവാക്കുന്ന ഒരു സംഗതിയാണ്. നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് കഴിയുമ്പോൾ വളരെ വേദനയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. മാനുഷിക വാക്കുകൾക്ക് അതിനെ പരിഹരിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. പ്രിയ മാമച്ചായന് 82 വർഷം ഈ ഭൂമിയിലായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ട് അതിലുപരി കർത്താവിന്റെ നല്ല സാക്ഷ്യം തികച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ ദാസന് അവസരം കൊടുത്തു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തലവടി സഭയിൽ ചില ആരാധനയ്ക്ക് വന്നതും ഇവിടെ തൊട്ടടുത്തുള്ള ബാബുവിന്റെ ഭവനത്തിൽ, ചിറ്റടുത്ത ബാബുവിന്റെ ഭവനത്തിൽ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൂട്ടായ്മയിൽ കടന്നു വന്ന ദൈവം സംസാരിക്കുവാനും നല്ല സാക്ഷ്യങ്ങൾ പറയാനുമൊക്കെ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചു. വചനത്തിൽ നല്ല ആഴമായ ബന്ധവും നല്ല ദൈവസ്നേഹവുമുള്ള ഒരു പ്രിയപ്പെട്ടവനായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. തന്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ഓട്ടം തിരിച്ച നാട്ടിൽ തന്റെ ആത്മാവ് പറന്നുപോയല്ലോ. ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയ സഹോദരമണി, വാത്സല്യ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സ്വദേശവാസികളുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെയോ അവൻ ഒഴിഞ്ഞു പോകുന്നു. ആരാണ് ബുദ്ധിമാൻ? തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. നമുക്കറിയാം, ആയുസ് എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞും 100 വയസ്സ് ജീവിച്ചിരിക്കുന്ന മനുഷ്യനും ഒരുപോലെ മരിക്കും. മരണത്തിന് മുൻപിൽ സമന്മാരാണ്, നമ്മളെല്ലാവരും സമന്മാരാണ്. കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്ന വസ്തുതയാണ്. നമ്മളെല്ലാവരും മരണത്തിന്റെ ക്യൂവിൽ നിൽക്കുന്നു. ഒരാൾ മുന്നേ പോകുന്നു, മറ്റൊരാൾ പുറകെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബുദ്ധിമാൻ എന്ന് പറയുന്നത് തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ആയുസ്സിൽ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ എന്ന തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെയോ അവൻ ഒഴിഞ്ഞു പോകുന്നു. നല്ല പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ഒരാഴ്ച തികച്ച് അക്കരനാട്ടിൽ ചേർക്കപ്പെടുക പ്രിയമാനച്ചായ ദൈവം അവസരം നൽകി. ദൈവത്തിന് സ്തോത്രം. തന്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഭക്തന്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം തിരുവചനം ഓർപ്പിക്കുന്ന ഭക്തന്റെ മരണത്തിന് പ്രത്യാശയുണ്ട് എന്നാണ്. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇതിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. കർത്താവിന്റെ വെളിപ്പെട്ട ദാസൻ ഓർപ്പിച്ചതുപോലെ ഇതിനപ്പുറമായ ഒരു നിത്യജീവൻ നമുക്ക് ഉണ്ട് എന്നുള്ള പ്രത്യാശയാണ് നമ്മെ നിലനിർത്തുന്നത്. വാസ്തവത്തിൽ ഇവിടെ വലിയ ഒരു കാര്യമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തന്റെ മരണം ദൈവത്തിന് വലിയതാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കൊരു ദുഃഖമാണ് പ്രിയപ്പെട്ടവന്റെ ആ ശുശ്രൂഷ, ആ സ്നേഹം, ആ പ്രാർത്ഥന ഇനി നമുക്ക് ലഭിക്കില്ല.
എങ്കിലും ദൈവത്തിന് സ്തോത്രം. തന്നെ സംബന്ധിച്ചിടത്തോളം ഈ മരണം തനിക്ക് ലാഭമാണ്. കാരണം വേദനയില്ലാത്ത, കഷ്ടമില്ലാത്ത, സങ്കടമില്ലാത്ത ഒരു നല്ല നാട്ടിലേക്ക് താൻ ചേർക്കപ്പെടുവാനായിട്ടിടയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന് വരുന്ന ആവശ്യമെങ്കിൽ നാം എല്ലാവരും ഇതേ വഴിയായി പോകേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. ആകയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച നല്ല ഒരു അന്ത്യം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. തലവടി ശത്രുവോട് സഭയിലെ എല്ലാ വിശ്വാസികളുടെയും എന്റെയും കുടുംബത്തിന്റെയും പ്രത്യാശ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. അവസരമൊരുക്കി തന്ന ബഹുമാന്യ ദൈവത്തിന്റെ ദാസന് പ്രത്യേകം നന്ദി അറിയിച്ച ദിവസം ഇരിക്കുന്നു. ദൈവത്തെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ വേറൊരു ഗാനം ആരംഭിക്കുന്നു. ഗാനം ആലപിക്കും. Thank you.
5-ാം 20 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തു നിന്ദപ്പെട്ടവരിൽ ആധിപത്യമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. എന്നാൽ അവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുക്കുന്നവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രത്താറും സകലവും തനിക്ക് കീഴാക്കി കൊടുക്കുന്നവന് കീഴ്പ്പെട്ടിരിക്കും. ഇപ്പോൾ വേറൊരു ഗാനം ആരംഭിക്കുന്നതായിരിക്കും. വേറൊരു ഗാനം ആരംഭിക്കുന്നതായിരിക്കും.
ഫിലിപ്പോസ് പാസ്റ്ററെ മനസ്സിലായിരുന്നു. ദൈവത്തിന്റെ സമയം ശുശ്രൂഷിക്കുന്നതായി. അതിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ 88-ലാണ് ആൻഡമാൻസിൽ ചെല്ലുന്നത്. 2001 വരെ ഞാൻ ആൻഡമാൻസിലായിരിക്കാൻ ശുശ്രൂഷയുടെ ബന്ധത്തിൽ അവിടെ നിലനിൽക്കാൻ ദൈവം സാവകാശം ചെയ്തു. ഞാൻ ചെല്ലുന്ന സമയത്ത് ആദ്യ ദിവസങ്ങൾ തന്നെ മാമച്ചാനെ ദൈവസഭയോട് ബന്ധത്തിൽ നേതൃത്വാവസ്ഥകളിൽ പ്രിയപ്പെട്ട മുൻപന്തിയിൽ നിൽക്കുന്നതിനാലും അല്ല ദൈവദാസന്മാരോട് ബന്ധത്തിൽ സഹായിയാകിയാലൊക്കെ അതേ ബന്ധപ്പെടുവാൻ ചെയ്യാൻ പോരുന്നവരെയും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുവാനിടയായിട്ടുണ്ട്. ഞാൻ ചെല്ലുന്ന വർഷമാണ് MBBS അഡ്മിഷൻ ലഭിച്ച കൽക്കട്ടയ്ക്ക് കടന്നു പോകുന്നു. അതുപോലെ അവരുടെ വീട്ടിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും മക്കളെ സംബന്ധിച്ചുമൊക്കെ നല്ല അറിവും അതേക്കുറിച്ച് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദീർഘമായ വർഷങ്ങൾ പരിചയവും ബന്ധവും ഒക്കെ ദൈവവാത്സല്യ കുടുംബമായിട്ട് തന്നു. വാത്സല്യ അമ്മാമ, മക്കള്, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്ഥലത്തിൽ അഭിമാനം കൊള്ളുന്നു. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വാർത്തയൊക്കെ നോക്കിയെങ്കിലും അത്ര വ്യക്തമായിട്ട് മനസ്സിലായില്ല. അതിനുശേഷമായിട്ട് എന്റെ ഭാര്യയെ എന്നോട് ചോദിച്ചു, ഈ ആളെ വരെ മനസ്സിലായോ? ഞാൻ നോക്കിയപ്പോൾ മാമച്ചാനാണല്ലോ എന്ന് മനസ്സിലായി. ദൈവത്തിന്റെ സ്തോത്രം. വരുവാൻ രാവിലെ സുഖത്തെ തടസ്സമുണ്ടായിരുന്നെങ്കിലും ചില അതേ തടസ്സങ്ങളൊക്കെ വഴിയുണ്ടായെങ്കിലും കടന്നു വന്ന് നിങ്ങളോടൊക്കെ ഒന്നിച്ച് ഈ വലിയ പ്രത്യാശയിൽ പങ്കുചേരുവാൻ ദൈവം നൽകുന്ന നല്ല സാവകാശത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദീർഘമായ വർഷം ദൈവ വേലയിലെ വലിയ പങ്കാളിത്തം വഹിച്ച് അതേ ആൻഡമാൻസിൽ ആയിരിക്കാൻ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഒക്കെ ദൈവം സാവകാശം കൊടുത്തു. അവരോടൊക്കെ നല്ല പങ്കാളിത്തം പാലിക്കാൻ ഞാൻ ഈ മെയ് മാസത്തിലെ എന്റെ ശുശ്രൂഷകളിൽ നിന്നൊക്കെ വിരമിച്ച് ശരീരമായ ബലഹീനതകളാൽ ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥകളിൽ ഈ സാഹചര്യത്തിൽ പങ്കുചേരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ വളരെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ പ്രയത്നം ഒരിക്കലും നിഷ്ഫലമല്ല. നാം എന്നും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നതിനാൽ ഉന്നതരാണ് ദൈവം നമ്മയൊക്കെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം. ദൈവത്തിന്റെ സ്തോത്രം. അതെ, എല്ലാവരെയും ആശ്വസിക്കാതക്കണം നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നതാണ്. എല്ലാത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വത്സല കുടുംബ മുഖാന്തരം ലഭിച്ച സ്നേഹവും ബഹുമാനവും ഒക്കെ ഞാൻ മറക്കുന്നില്ല. ദൈവം എല്ലാവരെയും അതെ ആശ്വസിപ്പിക്കട്ടെ. വലിയ പ്രത്യാശയായിട്ടായിരിക്കും സ്തോത്രം. നമ്മുടെ കർത്താവ് വരുന്നു. അവൻ താമസിക്കുകയില്ല. നമ്മുടെ പ്രത്യാശയുടെ പൂർണ്ണതയിലേക്ക് നാം പ്രവേശിക്കുവാൻ സമയമായി. ദൈവത്തിന്റെ സ്തോത്രം. ഏത് സമയത്തും വ്യത്യസ്തരായി നിന്നുകൊണ്ട് ദൈവത്തെ മാത്രം ആശ്രയമാക്കി നമ്മുടെ ജീവിതമാകുന്നുവെങ്കിൽ നാം എന്തോ മഹത്വമാക്കാനാണ്. അവരെ പ്രത്യാശയ്ക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം അദ്ദേഹത്തിന്റെ പ്രത്യാശയിൽ പങ്കിട്ടുണ്ട്. ഞാൻ നിർത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കും.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യാനിത്വത്തിന്റെ യുണിക്നെസ്, നിസ്തുല്യത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം വ്യർത്ഥമത്രേ. ലോകത്തിലെ മുഴുവൻ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ തുറന്ന ഒരു കല്ലറയുള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. ബൈബിൾ തരുന്ന പ്രത്യാശ അതാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ പ്രത്യാശയോടുകൂടി നാം ദൈവസ്ഥാനിക്കുമ്പോൾ തുടർന്ന് തെറ്റുപാടാണ്. ശുശ്രൂഷിക്കുന്ന കർത്തദാസൻ മാസ്റ്റർ ബാബു ജോസഫ് അവറുകൾ ദൈവത്തിന് അല്പസമയം നമ്മോട് സംസാരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ ദൈവാസനയിൽ ചില വ്യക്തികൾ ദൈവത്തെ ഉയർത്തുന്നതിന് പ്രത്യാശയുടെ വാക്കുകൾ പറയുന്ന ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവ് ചില മാസങ്ങളായി തന്നെ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾ, ചില ആഴ്ചകളിൽ തിരുവനന്തപുരത്ത് പ്രിയ പിതാവ് ഹോസ്പിറ്റലിൽ ആയിരുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തെ സഭയിലായി പ്രാർത്ഥിക്കുവാനും കടവീരുവാനും ഒക്കെ ഇടയായിട്ടുള്ള അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ഷാജുബ്രദർ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ കുടുംബം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കുടുംബമാണ്.
അതിനോട് ബന്ധപ്പെട്ട ആളുകൾക്ക് വാത്സല്യ പിതാവിനെ പരിചയപ്പെടുവാനും കുടുംബമായി പരസ്പരം ലഭിച്ച നല്ല കൂട്ടായ്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അക്ഷയന ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടെന്ന് ഒരിക്കലും പലപ്പോഴും അത് കാണിക്കാറില്ല. ചില ആഴ്ചകൾക്ക് മുന്നമേ ഞങ്ങൾ കാണുമ്പോൾ ശാരീരികമായ ഒത്തിരി ക്ലേശങ്ങളുണ്ടെങ്കിൽ പോലും വളരെ പ്രത്യാശയുള്ള, വളരെ ദൈവജനത്തിന് ഉറപ്പുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഒരു പ്രത്യേക വൈകിയ സന്ദർഭത്തിൽ ഒരു ദിവസത്തിൽ ഞാൻ കടന്നില്ലപ്പോൾ അച്ചായനുമായി സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. സൗഖ്യമാണോ ചോദിക്കുമ്പോൾ കൃപയാൽ കർത്താവ് എനിക്ക് ആശ്വാസം തന്നിട്ടുണ്ട്, ആശ്വാസമുണ്ട് എന്ന് പറയുവാനാണ് പലപ്പോഴും പറയുന്നത് കേൾക്കുവാനിടയായിട്ടുണ്ട്. എന്നാൽ ആ അസുഖങ്ങളുടെ ആ രോഗാവസ്ഥയിലൂടെ മുഷിഞ്ഞ അവസ്ഥയിൽ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. പലപ്പോഴും ആശ്വാസം വചനത്തിൽ കൂടെ പറയുവാനൊക്കെ കർത്താവ് അവസരം നൽകി. കഴിഞ്ഞ ദിവസം ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടായെങ്കിലും കർത്താവിന്റെ ദാസനെ പ്രത്യാശയുടെ ഇപ്പുള്ള തീരണിയിലേക്ക് കർത്താവ് ചേർക്കുവാൻ കർത്താവിന്റെ പ്രസാദം തോന്നി. രോഗമുള്ള, ദുഃഖമുള്ള, വേദനയുള്ള, വേർപാടുള്ള, കഷ്ടതയുള്ള ഉലകിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രത്യാശയുടെ അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം ചില ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിധിയേറിയത് എന്ന വചനത്തിൽ വായിക്കുന്ന പോലെ കർത്തൃദാസന്റെ മരണം ശ്രേഷ്ഠമായ ഒരു വേർപാട് തന്നെയാണ്. പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനും അവരുടെ ശുശ്രൂഷകളൊക്കെ അനുഭവിക്കാനും സന്ദർഭങ്ങളിനിടയായതും വളരെ ഭാഗ്യമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നത്. ഞാൻ നല്ലപോലെ പൊഴുതു ഓട്ടം തിരിച്ചു വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ വലിയ ഒരു ഓട്ടം തികച്ച അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ കഴിഞ്ഞ നാളുകളിൽ കഥാവിന് വേണ്ടി, സത്യസഭയുടെ നിത്യസത്യങ്ങൾക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവത്തിന്റെ വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തിയോടെ പോരാടിയിട്ടുള്ള അനുഭവം പ്രിയ പിതാവിനുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന്റെ വചനത്തിനായി, ദൈവത്തിന്റെ വചനങ്ങളുടെ ആ നിസ്തുതിക്കായി നിലനിൽക്കുന്ന ഒരു ഭവനമാകുകയാണ് എന്ന പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ എഴുതുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നെ വളരെ ശക്തീകരിച്ചതായ ചില അനുഭവങ്ങൾ ചില മിനിറ്റുകൂടെ പറഞ്ഞുകൊണ്ട് ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. മരണം സാർവത്രികമായിട്ടുള്ള ഒന്നാണ്, നമുക്കറിയാം, പ്രകൃതി നിയമമാണ്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ വചനം നമുക്ക് തരുന്ന ഉറപ്പ് നമുക്കറിയാം. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. നിശ്ചയമായിട്ടും മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്. മരണം, ജനനം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന വസ്തുതയല്ല. ജനിക്കാനും ജനിക്കാതിരിക്കാനും, മരിക്കാതിരിക്കാനും നമുക്ക് അവകാശമില്ല. എന്നാൽ നിശ്ചയമായിട്ടും നമ്മൾ ആരും തീരുമാനിച്ച് എവിടെ ജനിക്കണം എന്ന് ചിന്തിച്ച് ജനിച്ചതല്ല, എവിടെ ജീവിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. എന്നാൽ കർത്താവ് നമുക്ക് ഇവിടെ ഒരു അവസരം തന്നത് ദൈവത്തിന്റെ പ്രത്യേക പ്രോഗ്രാമാണ്. എന്നാൽ ആ ജീവിതം എങ്ങനെ നയിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാളപുരത്തിൽ മരിച്ച ഒരു മനുഷ്യന്റെ ജീവിതകഥയെക്കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടു. തന്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. രാത്രിയിൽ ഡയറിക്കുറിപ്പ് എഴുതിയത് ഇങ്ങനെയാണ്: അവർ കുഴിമാടം മൂടി അതിന്മേൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു അനുഭവം വായിക്കുന്നവരുടെ തീർന്നു. എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ചുള്ള അവസാനമായി ചിന്തയായിരുന്നു. എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന അനവധി ആളുകൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അവരുടെ സ്തോത്രം
ദൈവത്തെ കൂടാതെ ജീവിതം നയിച്ചവരുടെ അന്ത്യനിമിഷങ്ങൾ ഭീതിയും വേദനയും നെടുവീർപ്പും മാത്രമായിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തെ സേവിച്ച് ദൈവത്തെ ആരാധിച്ച ഭക്തന്മാരുടെ മരണം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. മരണമൊഴിച്ച് സകലത്തിനും ഞാൻ പരിഹാരമുണ്ടാക്കി, എന്നാൽ ഇപ്പോൾ ഞാൻ ഒരുക്കമില്ലാത്തവനായി മരിക്കുന്നു എന്ന് പ്രസിദ്ധനായ സ്വാമിയുടെ വാക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന ഒലീവർ എന്ന ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ പിശാചിനെ വഞ്ചിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുന്നു എന്ന വാക്കുകൾ കൊണ്ട് താൻ ഈ ലോകം വിട്ടുപോയി. എല്ലാം നഷ്ടമായി ഒരിക്കലും പരിഹരിക്കാനാകാത്ത നഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുട്ടിലേക്ക് പോകുന്ന അനുഭവങ്ങൾ അനേകരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഭക്തന്മാർ മരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിന്റെ അവസാനങ്ങളിൽ അവർ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. വില്യം കീറി മരിക്കുന്ന സമയത്ത് അനിഷ്ടവും സാധുവും നിസ്സാരമായ ഒരു പുഴു അങ്ങയുടെ കരങ്ങളിൽ വീഴുന്നു എന്ന് പറഞ്ഞാണ് വില്യം കീറി ലോകത്തിൽ നിന്ന് കടന്നുപോയത്. ആമേൻ, സ്തോത്രം. ഞാൻ എത്ര ഭാഗ്യവാൻ, ഞാൻ എന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അനേക ഭക്തന്മാരുടെ അനുഭവങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിശ്ചയമായിട്ടും മരണം എന്നുള്ള വസ്തുത ഏത് മനുഷ്യനും അഭിമുഖിക്കേണ്ടി വരും. കർത്താവിന്റെ ഒരു താമസമെങ്കിൽ മരണം നാം അഭിമുഖിക്കേണ്ടി വരും. എന്നാൽ മരണം മനുഷ്യന്റെ അവസാനമല്ല. നിത്യമായ ജീവിതത്തിന്റെ ജനനമാണ് മരണം. അനന്തമായ ജീവിതത്തിന്റെ പ്രവേശന കവാടമാണ് മരണം എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം വാത്സല്യ പിതാവിന്റെ ഈ ഭൗതിക ശരീരത്തിന് മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ വളരെ വലുതാണ്, വലിയ പ്രത്യാശയാണ്. ഇന്ന് പകൽക്കാലം വാത്സല്യ പ്രിയ മക്കൾ, പ്രിയ മാതാവ് ഒക്കെ പ്രത്യാശയുള്ളവരായി വാത്സല്യ പിതാവിനെ കാണാൻ കഴിയും എന്നുള്ള ദൈവജനത്തിന്റെ പ്രത്യാശ കർത്താവ് നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേക സന്ദർഭത്തിൽ പൗലോസ് പറഞ്ഞ വാക്കുകൾ എന്റെ നിര്യാണ കാലം അടുത്തു എന്ന് പറയുമ്പോൾ ആമേൻ, സ്തോത്രം. നിര്യാണം എന്ന ആ വാക്കിന് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് അർത്ഥം അഴിച്ചുവിടുക എന്നുള്ളതാണ്. മൂലഭാഷയിൽ നിര്യാണം എന്ന വാക്കിന് അഴിച്ചുവിടുക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുഖത്തിൽ നിന്നും അതേ ഉഴന്നുകൊണ്ടിരിക്കുന്ന കാളയെ അഴിച്ചുവിടുന്നതിനോട് മോഹിച്ചിരിക്കുകയാണ്. കൂട്ടിൽ നിന്നും കിളിയെ ആകാശത്തിന്റെ വിരിമാറിലേക്ക് അഴിച്ചുവിടുന്നതിനോട് മോഹിച്ചിരിക്കുകയാണ് മരണം. അതിനാണെങ്കിൽ ആമേൻ, സ്തോത്രം. ഒരാഴ്ച മുഴുവൻ ഭൗതിക ജീവിതത്തിന്റെ മുഖം പേറിയ അനുഭവത്തിൽ ഇപ്പോൾ സ്വർഗത്തിനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് നീക്കപ്പെട്ടിരിക്കുന്ന വാത്സല്യ പിതാവിന്റെ ആ അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. യേശുക്രിസ്തു മരണത്തിന്റെ കള്ളപ്പൂട്ട് തല്ലി തകർത്തു എന്നാണ് വളരെ നമ്മൾ വായിക്കുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണം കാൽവരിയിൽ സംഭവിച്ചപ്പോൾ ആമേൻ, സ്തോത്രം, മരണത്തിന്റെ കള്ളപ്പൂട്ട് തല്ലി തകർക്കുകയായിരുന്നു. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ പുനരുത്ഥാനം എന്നുള്ളത് മരണത്തിന്റെ വിഷമം ഒഴിച്ചു കളയുകയായിരുന്നു. മരണഭീതിയുടെ അടിമകൾക്ക് അവൻ മോചനം പ്രഖ്യാപിക്കുകയായിരുന്നു. മരണത്തിനപ്പുറത്ത് നിത്യജീവന്റെ കനക കവാടം ക്രിസ്തു തുറന്നുവെന്ന് വ്യക്തമായി നാം കാണുകയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ള പ്രത്യാശ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നമുക്ക് വളരെ ആഴമായി നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യന് കുറച്ചു നിന്നാലും ഒരു ശ്വാസമാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിശ്ചയമായും മരണങ്ങളുടെ വസ്തുക്കളുടെ മുൻപിൽ നിസ്സഹായതയോടെ മാത്രമേ നമുക്ക് നിൽക്കുവാൻ കഴിയൂ. ആമേൻ, സ്തോത്രം. എന്നാൽ ആമേൻ, പ്രത്യാശയോടുള്ള ഒരു മരണം ലഭിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. ഈ പ്രത്യേക സന്ദർഭത്തിൽ വാത്സല്യ പിതാവിനുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി ഉറപ്പുണ്ട്. ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ, നല്ല ഒരു കാലഘട്ടം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന്റെ വചനത്തിനായി നിലകൊള്ളുവാൻ വാത്സല്യ പിതാവിന്റെ ദൈവം ഭാഗ്യം നൽകി. ആമേൻ, സ്തോത്രം. പ്രിയപ്പെട്ട മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും യേശുവിനെ അറിയുവാൻ കർത്താവിന്റെ
സന്നിധിയിൽ അവരെ കാണുവാനുള്ള ഭാഗ്യമുണ്ട്. വളരെ ഭാഗ്യവാനായി വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കർത്തദാസനെ ചേർക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ ഈ സ്തോത്രം എന്റെ വാക്കുകൾ ഞാൻ നിർത്തുവാൻ പോകുന്നു. വളരെ പ്രത്യാശ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വാത്സല്യ പ്രിയപ്പെട്ട ആശ്വാസത്തോടായിരിക്കട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ ആശ്വാസം കൂടപ്പുള്ളവരായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വാഹനത്തിൽ പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. വാത്സല്യ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ക്രൈസ്തവ സഭയുടെ പ്രത്യാശയും അനുശോചനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ സിയോൻ ചർച്ചിന്റെ ശുശ്രൂഷനായിരിക്കുന്ന CJ സോമൻ അവറുകൾ, അതിനെ തുടർന്ന് തിരുവല്ല സെൻട്രൽ MPC സെക്രട്ടറിയായി സേവനശീൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ജോൺ എന്നിവയുള്ള സ്മരണ. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാമതിവേഗം. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാമതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയദന്തം അറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയദന്തം അറിയും. ലോകം വെറുത്തോർ വിലന അന്ന അറിയും. ലോകം വെറുത്തോർ വിലന അന്ന അറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നില താൻ രുചിച്ചറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ല താൻ രുചിച്ചറിയും. സ്നേഹിതരേവരും വെടിഞ്ഞു അതു യേശുവിനോട് നീ പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ടപാടുകരുന്നത് കരുത്ത. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ല താൻ രുചിച്ചറിയും. സ്വർഗീയ സിയോനിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രേമാനുഷ്ഠാനങ്ങൾക്ക് സ്തോത്രം ചെയ്യും. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ എത്തുന്നു എന്നുള്ള ആ വചനത്തിനായി സ്തോത്രം. 20 വർഷങ്ങൾക്ക് മുൻപ് എന്റെ മനസ്സിൽ അഞ്ചാത്തപ്പുഴ പ്രിയമാനുഷ്ഠാനി കുടുംബത്തെ കാണുവാനും തയ്യപ്പെടുവാനും ആത്മീയ കൂട്ടായ്മകൾ ആചരിപ്പാനിടയായി തീർന്നു. നാട്ടിൽ വന്നതിന് ശേഷം ചില സന്ദർഭങ്ങളൊക്കെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമാമയെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ നേളം ദേശത്തുള്ള 70 വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷത്തിന്റെ അപ്പോസ്തലനായി എഴുന്നേറ്റ് ചാക്കോശ അദ്ദേഹത്തിന്റെ മകളാണ്. സുവിശേഷത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ട ഈ കുടുംബത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. 82 വയസ്സ് വരെ ലോകത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കൊടുത്തു. ബൈബിൾ പറയുന്ന 20 ആയാൽ 80 2 വർഷം പോലെ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും മക്കളെയും കൊച്ചുമക്കളെയും പറവുകളെയും കണ്ട് അവരുടെ നന്മകൾ കണ്ട് അവരെല്ലാം ആത്മീയമായ ഉന്നതമായ നിലവാരങ്ങളിലും ലോകത്തിൽ ഭൗതികമായ നിലവാരങ്ങളിലൊക്കെ കാണുവാനും അനുഭവങ്ങളൊക്കെ അനുഭവിക്കുവാനും ഒക്കെ ഇടയായി. ചില കാലഘട്ടങ്ങളെ അദ്ദേഹം ശാരീരികമായി വളരെ സൗഖ്യമില്ലാതിരുന്നു. എന്നാൽ കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ആ നിത്യതയിൽ ആ സ്വർഗീയ സിയോനിൽ അദ്ദേഹം എത്തിച്ചാലിരിക്കുന്നു. മരണം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേദനയും ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട് എന്നുള്ളതാണ്. കൊരിന്ത്യർ പൗലോസ് പറഞ്ഞൊരു വാക്യം ഞാൻ ഉദ്ധരിക്കുകയാണ്. 2 കൊരിന്ത്യർ 21 വാക്യത്തിൽ കൂടാരമായി നിങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ
കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു എന്നാണ്. മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ ചെന്നതിന് ശേഷമുള്ള അറിവല്ല, ശരീരത്തിരിക്കുമ്പോൾ തന്നെ അറിവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അറിവ്. നിത്യതയെക്കുറിച്ചുള്ള അറിവ്, നിത്യജീവനെക്കുറിച്ചുള്ള അറിവ്, മരണത്തിനപ്പുറമായിട്ടുള്ള പ്രത്യാശയെക്കുറിച്ചുള്ള അറിവ് ഒരു മനുഷ്യൻ ലഭിക്കുന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തെ ഏറ്റവും ധന്യമുള്ളതാക്കി തീർക്കുന്നത്. പ്രിയമാച്ചാരെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അറിയുവാൻ, രക്ഷിക്കപ്പെട്ട വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ, സുവിശേഷത്തിന് വേണ്ടി കൈത്താങ്ങൽ കൊടുത്ത് നിൽക്കുവാൻ പ്രിയച്ചാരി സഹായിച്ചിട്ടുള്ള, ജീവിച്ചിരുന്നപ്പോൾ ആ അറിവിലേക്ക് തന്റെ ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിവുണ്ടാകും. ഞാനിവിടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത് 44 വർഷമായി. എന്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയതാണ്. ധർമ്മമാണ് എന്റെ സ്വന്തം സ്ഥലം. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഈഴവ സമുദായത്തിൽ ഞാൻ തിരിച്ചു വളർന്നു. SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ശ്രീനാരായണ ഗുരുവിന്റെ പ്രചാരകനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ആ നിലയിലൊക്കെ എന്റെ ചെറിയ പ്രായത്തിൽ മുൻപോട്ട് പോയി. എന്നാൽ ഒരു മധ്യ വ്യാപാരിയുടെ മകനായിരുന്നു. അങ്ങനെ മധ്യശാഖ ജനിച്ച് വളർത്തപ്പെട്ടു. ജീവിത സാഹചര്യങ്ങൾ എന്നെ പാപത്തിലേക്ക് നയിച്ച് 20ാമത്തെ വയസ്സിൽ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കാൻ ഒരു വ്യക്തിയായിരിക്കാൻ. പക്ഷേ എന്റെ പാരമ്പര്യ വിശ്വാസങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ 1976 ഒരു സന്ധ്യാവേളയിൽ സുവിശേഷ യോഗത്തിൽ ഒരു സ്നേഹിതന്റെ ക്ഷണമനുസരിച്ച് പോകുവാൻ കഥാദാസ ദൈവദാസന്റെ സുവിശേഷ പ്രഭാഷണത്തിൽ കൂടി എനിക്ക് കർത്താവിനെ രക്ഷിതമായി സ്വീകരിക്കുവാൻ ഇടയായിട്ടോ. അതിനുശേഷം തിരുവചനമനുസരിച്ച് സ്നാനപ്പെടുവാനും തിരുവചനം പഠിക്കുവാനും ദീർഘവർഷങ്ങൾ നിർബന്ധ കർത്താവിന്റെ പ്രവർത്തനം ചെയ്യുവാനും വിദേശ രാജ്യത്ത് 15 വർഷക്കാലം ഈ കർത്താവിന്റെ പ്രവർത്തനം ചെയ്യുവാനിടയായി. ഞാൻ സ്വന്തം നാട്ടിൽ വന്ന് സിയോ എന്ന യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ എന്റെ ജീവിതത്തിൽ എന്ത് കണ്ടുമുട്ടി അന്ന് മുതൽ എന്റെ അകത്ത് ഈ അറിവുള്ള ഈ പ്രത്യാശവും. പിന്നെ മരിച്ചാലും നാളെ മരിച്ചാലും എപ്പം മരിച്ചാലും അത് സത്യമാണ്. പക്ഷെ മരിച്ചാൽ ഒരു അറിവുണ്ട്. കൂടാരമായിരിക്കുന്ന എന്റെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ആ അറിവിലേക്ക് കിട്ടിയത് യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നപ്പോഴാണ്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ്. യേശുവിനെ കർത്താവ് രക്ഷിതമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ടപ്പോഴാണ് ആ പ്രത്യാശ എനിക്ക് ലഭിച്ചത്. അങ്ങനെ ക്രിസ്തുവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ പ്രത്യാശയുണ്ട്. എന്നാൽ ഈ ശാരിയാത്രയുടെ യോഗത്തിൽ പല ആളുകളിലൂടെ വന്നിട്ടുണ്ട്. ഈ വന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുവരെയും ഈ അറിവിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഒരു നിത്യതയുണ്ടെന്നും നിത്യജീവനുണ്ടെന്നും സ്വർഗമുണ്ടെന്നും ഒക്കെ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഈ വലിയ പ്രത്യാശയിലേക്ക് ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണ്. ക്രിസ്തു അല്ലാതെ ഈ പ്രത്യാശ തരുവാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതാണ് ബൈബിൾ പറയുന്നത്. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് സോമനായ ഞാനും ഈ ക്രിസ്തുവിനെ ഉയർത്തുവാനും ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനും കഴിഞ്ഞ 44 വർഷം സുവിശേഷത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ കഴിഞ്ഞത് യേശു ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ കുടുംബത്തിലുള്ള സമാധാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ചെറിയ ശുശ്രൂഷയിൽ അവസാനം നിൽക്കുന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഒരു വിവാഹത്തിൽ അത്യാവശ്യമാണ് എനിക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. നിയമത്തോളം സിയോ ദൈവസഭയുള്ള വിശ്വാസത്തെയും എന്റെ സമൂഹത്തിന്റെയും എന്റെ കുടുംബത്തിന്റെയും ഈ കുടുംബത്തിലുള്ള ദുഃഖത്തെ നിങ്ങൾ വകയിരിക്കും. കർത്താവിലുള്ള പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രശ്നം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ സ്തോത്രം. 82 വർഷം ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാഴ്ചവെച്ചതിനു ശേഷം മരണം വഴിയായ ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് പോയിരിക്കുന്ന പ്രേമാവച്ചാരന്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്റെ ചെറുപ്രായം മുതൽ ഏറ്റവും പരിചയമുള്ള ഒരു ഭവനമാണ് പ്രേമാവച്ചാരന്റെ ഭവനം. ഞങ്ങളുടെ മാതൃസഭ ആനപ്പുഴ APC ആയിരുന്നു. പ്രേമാവച്ചാരൻ കുടുംബം ആൻഡമാൻസിൽ ജോലിയുള്ള ബന്ധത്തിൽ ആയിരുന്നു. അവധിക്ക് വരുന്ന സമയങ്ങളിലൊക്കെ
ആനപ്രഭ സഭയിലേക്ക് കുടുംബമായിട്ട് അവർ കടന്നു വരും. എനിക്ക് വളരെ സന്തോഷമായിരുന്നു പ്രിയമാവിച്ചാന്റെ സാക്ഷ്യവും പ്രബോധനവും ഒക്കെ കേൾക്കുവാൻ. അവിടുത്തെ അനുഭവങ്ങളും അവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ജീവിതത്തിൽ തോന്നിയിരുന്നു. അതിനുശേഷമായിട്ട് ഞാൻ കർത്താവിന് വേണ്ടോട് ബന്ധത്തിൽ ഇറങ്ങിത്തിരിക്കുവാനുള്ള അവസരം കർത്താവ് നൽകി. അനുപ്രഭ സഭയിലേക്ക് പ്രിയപ്പെട്ടവർ ആരാധനയ്ക്ക് കടന്നു വരുന്നത് വളരെ ദൂരത്തിൽ നിന്നായിരുന്നു. ഇന്നത്തെ പോലെ റോഡോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ അനേക ചെറുപാലകളും ഒക്കെ കയറി പ്രിയപ്പെട്ടവരുടെ അനുപ്രഭമായിട്ട് ദൈവാരാധനയ്ക്ക് വരുമായി. ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനുപ്രഭ സഭയില് ദൂരത്തുനിന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു മാമിച്ചാന്റെ കുടുംബം. എന്നാൽ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ വെള്ളക്കണ്ണി ഒരു സഭ രൂപീകൃതമായപ്പോൾ സൗകര്യാർത്ഥം ഇവിടെ കൂടി പോകുവാനായിട്ടുള്ള അവസരം ദൈവമായി കർത്താവിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ അന്ന് ഈ ഭാഗത്തുനിന്ന് വരുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും കൂടെ ഇവിടെയുള്ള സഭയിലുള്ള ബന്ധത്തിൽ നിൽക്കുവാനായിട്ടും എനിക്ക് ഒരു സഭ ഇവിടെ ഉണ്ടാകുവാനുള്ള സാവകാശങ്ങളൊക്കെ ദൈവമൊരുക്കി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ നിയോഗപ്രകാരം ആ സഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് കടന്നു വരുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. 5 വർഷം പ്രിയ മാമച്ചാന്റെ കൂടി വരുന്ന സഭയിൽ ശുശ്രൂഷകനായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. ആ സമയമാണ് കൂടുതൽ യുവാസങ്ങളുമായിട്ട് അടുക്കുവാനുള്ള അവസരം ഉണ്ടായത്. വളരെയധികം ഞങ്ങളെ സ്നേഹിച്ച ഒരു കുടുംബമാണ് പ്രിയ മാമച്ചാന്റെ കുടുംബം. മാമച്ചാനും കുടുംബവും അതുപോലെ മക്കളും കുടുംബവും ഒക്കെ വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങളെ സ്നേഹിക്കുകയും സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അനേക നിലയിലുള്ള കൈത്താങ്ങലുകൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നൽകുവാനും ഞങ്ങൾക്കത് അനുഭവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഞാൻ കടന്നുപോയി പല സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടിയുള്ള ബന്ധത്തിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത് നേപ്ര IPC സഭയിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ മാമിച്ചാന്റെ ഭാര്യ അമ്മാമ്മയുടെ പിതാവാണ് നേപ്ര IPC സഭയുടെ ഒരു നിലയിൽ പറഞ്ഞ സ്ഥാപകൻ. ചാക്കോച്ചാൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അവിടെയുള്ള ആളുകളൊക്കെ അനുസ്മരിക്കുന്നു. വളരെ ത്യാഗത്തോടുകൂടെ ആ ദേശത്തെ വേലയ്ക്ക് ചുമൻ കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു പ്രിയ പാസ്റ്റർ. ആ നിലയിലൊക്കെ ഈ വാത്സല്യ ഭവനം ദൈവനാമത്തോട് കാണിച്ചിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികളെയും ഈ അവസരത്തിൽ ഓർക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. മരിക്കുമ്പോൾ നമുക്കൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുവാനായിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമ്മളെ പിന്തുടരും, നമ്മുടെ പ്രവർത്തികൾ നമ്മളെ പിന്തുടരും. നിശ്ചയമായിട്ടും ഈ വാത്സല്യ കുടുംബം ദൈവനാമത്തോട് കാണിച്ച സ്നേഹം അതിലൂടെ ഞാൻ ഇവിടത്തെ കാര്യം മാത്രമാണ് പറഞ്ഞതെങ്കിലും എന്റെ മനസ്സിൽ വളരെ നല്ല നിലയിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുത്താൽ ശരീരവുമായി വളരെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾക്ക് അറിയുവാനിടയായിരിക്കുന്നത്. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ കണ്ട സന്തോഷം പങ്കിട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഒരു ക്ഷീണാവസ്ഥയിലായത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയ കാര്യം വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ രണ്ടുപേരും ഒരു ഓടി വന്ന് മാമിച്ചാനെ യോഗക്കിടക്കെ കാണുവാനായിട്ടിടയായിരുന്നു, പ്രാർത്ഥിക്കുവാനും ഇടയായിരുന്നു. ഒരുപാട് കഷ്ടങ്ങളിൽ അകപ്പെട്ടു പോകാതെ വന്നു ദൈവം എന്റെ സന്നിധിയിലേക്ക് പ്രിയച്ചാനെ പ്രവേശിപ്പിച്ചതോർക്ക് ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യാം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. മരണം എല്ലാവർക്കും ലാഭമല്ല, എന്നാൽ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്.